ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയച്ച് ചോദിച്ചതാണ്, ഹൗ മച്ച് ഓഫ് അവർ പേഴ്സണൽ ലൈഫ് ഷുഡ് ബി ഷെയർ ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ. ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനും സ്റ്റോറി ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങിയത് ഏകദേശം പാൻഡമിക്കിന് ശേഷം. ആ സമയത്ത് ഞാൻ ഒരിക്കലും അക്കാഡമിക്കിലും എൻ്റെ കരിയറിലും അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ജേർണിയിലുള്ള സം ഫെയിലിയേഴ്സും ലിങ്ക്ഡിൻ വഴി ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തു. യു ഡോണ്ട് ബിലീവ്, ആ പോസ്റ്റ് നല്ല റീച്ച് കിട്ടി. ഒരുപാട് ഇൻസ്പയറിങ് കമൻസുകളൊക്കെ എനിക്ക് റെസ്പോൺസായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങ് വൈറലായി ഭയങ്കര റീച്ച് കിട്ടി, ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തു. അന്നത്തെ ആ ഒരു എൻഗേജ്മെന്റ് റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോ പെർഫെക്റ്റ് മൊമെന്റ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി എ റിയൽ സ്റ്റോറി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, പീപ്പിൾ കണക്ട് ദ റിയൽ സ്റ്റോറി, നോട്ട് ദ ഹൈലൈറ്റ്സ്. പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ആർ ഡിഫറെന്റ്. യു ക്യാൻ ഇൻസ്പയർ വിത്തൗട്ട് ഓവർ ഷെയറിംഗ്. ഷെയർ ലെസൺ ബട്ട് നോട്ട് ഡ്രാമ. ഷെയർ വാല്യൂസ് ബട്ട് നോട്ട് ജസ്റ്റ് വിഷ്വൽസ്. ബി റിയൽ നോട്ട് റോ. നിങ്ങളുടെ ജേണിയിലെ ടു മച്ച് പേഴ്സണലായ ഓരോ കാര്യം ഷെയർ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരു ചെറിയ ട്രൂത്ത്, ഒരു ചാലഞ്ചിങ് മൊമെന്റ്സ്, സം ഫെയിലിയർ, അത് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആകും എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ബോണ്ട് ആൻഡ് കണക്ഷൻ വിത്ത് യു. അതൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ്സ് ഹൗ വി ഹ്യൂമനൈസ് അവർ ബ്രാൻഡ്.